ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. അപ്പോൾ നമ്മുടെ ആലപ്പുഴ വഴി ഉള്ള ഡബിളിങ്ങിൻ്റെ അപ്ഡേറ്റ്സ് നമുക്കൊന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആക്ച്വലി നമ്മുടെ ഇൻ്റർസിറ്റി എടുക്കാനായിട്ട് എറണാകുളം പോവാണ്. ഇൻ്റർസിറ്റി ഇപ്പം പുതിയ LSB കോച്ചസ് ആയല്ലോ, അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അരൂര് കുമ്പളം പാലത്തിൻ്റെ മുകളിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് മുന്നേ കണ്ടതാണ് ഇവിടെ നടക്കുന്ന വർക്കിൻ്റെ അപ്ഡേറ്റ്സ്. കുറച്ച് മുന്നേ ഒന്ന് ഫ്രെയിം ഒന്ന് ചെരിഞ്ഞു പോയായിരുന്നു, എല്ലാവരും ക്ഷമിക്കുക. അത് ഞാൻ ആ ക്യാമറ വെച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ നോക്കിയപ്പം പിടിച്ച ഒരു രീതി ഒന്ന് ചെരിഞ്ഞു പോയതാണ്. അപ്പോൾ ഇപ്പുറത്തും വർക്കുകളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലും ആദ്യത്തെ തിയർ അവിടെ നിർമ്മിക്കുന്നുണ്ട്. മഴ ഒരു വില്ലനാണ്, നല്ലപോലെ ചെളിയായിട്ടുണ്ട് എല്ലായിടത്തും. ഞാൻ യാത്ര ചെയ്യുന്നത് നേത്രാവതി എക്സ്പ്രസ്സിലാണ്. മിക്കവാറും നമുക്കിനി കുമ്പളത്ത് ഒരു ക്രോസിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. പോർബന്ദർ വരുന്നുണ്ട്, നോക്കാം. അപ്പോൾ അടുത്തത് കുമ്പളം സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ കുമ്പളം സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നേരത്തെ നടന്ന അതേപോലെയുള്ള വർക്കുകൾ തന്നെ നടന്നിട്ടുള്ളൂ. ലെവലിംഗ് വർക്കാണ്, പിന്നെ മഴയും കൂടാണ്. അതൊരു വില്ലനാണ്, മഴയൊരു വില്ലനാണ്. പക്ഷെ ഇവിടെയൊക്കെ കുറച്ച് കൂടുതൽ വീതിക്ക് ലെവൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഇത്രയും വീതി ആയിട്ടില്ലായിരുന്നു. അങ്ങോട്ടങ്ങോട്ട്, അതായത് സൈഡ് വൈസ് അവർ ലെവൽ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ മൊത്തം വെള്ളം കെട്ടിക്കിടക്കുകയാണ്. നമ്മളെ ലൂപ്പ് ചെയ്യാണ്. ക്രോസിംഗ് ഉണ്ട് ഇവിടെ. സ്റ്റേഷനിലെ മൂന്നാമത്തെ റോഡിലോട്ടാണ് നമ്മൾ കയറുന്നത്. ലൂപ്പ് ലൈനാണ്, അതായത് പടിഞ്ഞാറ് ഭാഗത്ത്. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ആ സൈഡ് വൈസൊക്കെ വീതിയിൽ നികത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലങ്ങൾ. അവിടെ എന്തോ വാട്ടർ ബോഡിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നല്ലപോലെ ലെവൽ ചെയ്ത് മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ മഴയുടേതായിട്ടുള്ള വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്.
കുമ്പളം സ്റ്റേഷൻ. ഒരു പ്ലാറ്റ്ഫോം വരേണ്ട സ്ഥലമാണ് ആ വെള്ളം നിറഞ്ഞു കിടക്കുന്നത്. കറക്റ്റ് ഒരു വാട്ടർ ബോഡി പോലെ ആയിട്ടുണ്ട്. അയ്യോ. അപ്പോൾ എന്തായാലും നല്ലപോലെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് വർക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ക്രോസിങ് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ എടുക്കാം. അപ്പോൾ പോർബന്ദർ എക്സ്പ്രസ് ക്രോസ് ചെയ്ത് അപ്പുറത്തുകൂടി നമുക്ക് കുമ്പളം സ്റ്റേഷനിൽ നിന്ന് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. പൈലിംഗ് വർക്കൊക്കെ നടന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. എല്ലാം മഴയത്ത് കെട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് എന്തോ നിലവിൽ ഇവിടെ എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ആരെങ്കിലുമൊക്കെ ഒരാളൊക്കെ കൊണ്ടുവന്ന് കേസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മതി പണി നിന്ന് പോകാനായിട്ട്. എത്രയും പെട്ടെന്ന് ഈ ഒരു ലൈനൊന്ന് ഡബിളായിരുന്നെങ്കിൽ JS-ഉം എന്താ പറയുക വന്ദേ ഭാരതും അതുപോലുള്ള വണ്ടികളും ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ടിൽ വളരെ പാടുപെട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നത്. കാരണം ടൈം കീപ്പ് ചെയ്യാനായിട്ട് നല്ല പാടാണ്. മറ്റ് വണ്ടികൾ പോലല്ലോ, അതിന് സമയക്കുറവാണല്ലോ JS-ഉം ഈ പറയുന്ന വന്ദേ ഭാരതൊക്കെ. ഇതാ ഒരു ഹിറ്റാച്ചി ഇവിടെ ഇരിപ്പുണ്ട്. ഇനി കുറച്ച് മുന്നിൽ നമ്മുടെ തിരുനെട്ടൂർ സ്റ്റേഷൻ ആകുമ്പോൾ അവിടെയാണ് കാഴ്ചകളുള്ളത്. അവിടെ എത്തുമ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വർക്ക് നടക്കുന്ന മറ്റൊരു സ്പോട്ടായിരുന്നു. അപ്പോൾ അരൂർ പാലം ഒഴികെ വേറെ ഇപ്പം വർക്ക് നടക്കുന്നതായിട്ട് തോന്നുന്നില്ല. എല്ലായിടത്തെയും വർക്കുകൾ നേരത്തെ കണ്ട അതേ കണ്ടീഷനിൽ നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് നടന്നാൽ യാത്രക്കാർക്ക് നല്ലതായിരുന്നു. അത് ആരെങ്കിലും ഒരാൾ കൊണ്ടുവന്ന് കേസ് കൊടുത്താലും മൊത്തം വർക്ക് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും സ്ഥലം ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിലും അതുപോലെ തന്നെയായിരുന്നു. ഇവിടുത്തെ വീടൊക്കെ ഒന്ന് പൊളിച്ച് അവരുടെ ഫ്രണ്ടേജൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. ഇവിടെയും പൊളിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ആ വീടുകളൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. നമ്മൾ തിരുനെട്ടൂർ സ്റ്റേഷനിലാണ്. അവിടെ ചെളിയിൽ മുങ്ങിപ്പോയ ആ എക്സ്കവേറ്റർ അവർ എന്തായാലും പൊക്കി എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കാണാനൊന്നുമില്ല. നേരത്തെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അവിടെ കാണിച്ചിരുന്നു, അവിടെ ചെളിയിൽ കുറഞ്ഞു പോയത്. ഇവിടെ ലോറികളൊക്കെ ഒരുപാട് കിടപ്പുണ്ട്.
കോമ്പത്തുണ്ടോ? എന്താണ് ആ വ്യൂ? ഇവിടെ കുറച്ച് വീതിക്ക്, കൂടുതൽ വീതിക്ക് സ്ഥലങ്ങൾ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെയുള്ള വീടുകളൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഇക്കരെയുള്ള ഭാഗമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അരൂര് പാലം മുതൽ എറണാകുളം ജംഗ്ഷൻ വരെയുള്ള വർക്ക് നടക്കുന്ന സ്ഥലങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഒരുവിധം എല്ലാ സ്ഥലങ്ങളും കഴിഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഒരു പാലം എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ആ ഒരു പാലവും കൂടെ കവർ ചെയ്യാം. പക്ഷെ അവിടെ വർക്ക് നടക്കുന്ന പാലം ഇനി ഉണ്ടോ ഇല്ലയോ എന്നൊരു ഡൗട്ടുണ്ട്. ഒരെണ്ണം കൂടെ ഉണ്ടെന്നൊരു സംശയം. ഒന്ന് നോക്കാം എന്തായാലും. അതെ, ഇവിടെ ഫയലിംഗ് വർക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള സാമഗ്രികളൊക്കെ വന്ന് കിടപ്പുണ്ട്. ഷിപ്പ്യാർഡിലെ കൂറ്റൻ ക്രെയിനുകൾ കാണാം. കൊച്ചിൻ ഷിപ്പ്യാർഡ്. കഴിഞ്ഞു. അപ്പോൾ വർക്കുള്ള സ്ഥലങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ്സ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ശ്രീനാഥ്.